കൃപാസനത്തിൻ്റെ ഒരു ഓൺലൈൻ ഇതുണ്ട്. അതിൽ ഞങ്ങൾ ഈ ഫോറം നിറച്ചു. എന്നിട്ട് ഞങ്ങൾ ആ പ്രാർത്ഥനയൊക്കെ ചെയ്ത് കഴിഞ്ഞ് OET എക്സാം സെൻറ്ററിലെത്തി. സെൻറ്ററിൽ കയറുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ പ്രാർത്ഥന പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടുമെന്ന്. അങ്ങനെ ആ പ്രാർത്ഥന ഞങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് എക്സാം തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ റീഡിങ് സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെഷനുണ്ട്, അത് സ്റ്റാർട്ടായപ്പോൾ ആ പഴയ പേടി, ഞാൻ പിന്നെയും ഫെയിലാകും, എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ മനസ്സിൽ വരുക. അപ്പം ഒരു ഫീമെയിൽ വോയിസ്, എനിക്ക് തീർച്ചയായ വിശ്വാസം അത് മാതാവായിരുന്നു. എന്നോട് പറയുക, കൊച്ചുടമ്പടി എടുത്തതല്ലേ, കൊച്ചെന്തിനാ പേടിക്കുന്നത്, ഞാൻ നോക്കും, കൊച്ചിനെ ഞാൻ ജയിപ്പിക്കും. ആ വിശ്വാസത്തോടെ ഞാൻ റീഡിങ് എങ്ങനെയോ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് ഞാൻ ഉത്തരമെല്ലാം അതനുസരിച്ച് എഴുതി. അത് കഴിഞ്ഞിട്ട് ലിസണിങ് സെഷൻ തുടങ്ങിയപ്പം എൻ്റെ കാതിലിരുന്ന ഹെഡ്ഫോൺസ് ചീത്തയായപ്പം നോർമലി എക്സാം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതാണ്, ആ ഓഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരത് ശരിയാക്കും. പക്ഷേ എൻ്റെ അത് നടന്നില്ല. ആ ഓഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുക, അവർ സ്റ്റോപ്പ് ചെയ്തില്ല. എന്നിട്ട് ഞാനിങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കുക, കർത്താവേ അത് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ, ഓഡിയോ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഞാനിതെങ്ങനെ റീഡ് ചെയ്യും? ഇതാണ് എൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് 1 minute പ്രിപ്പറേഷൻ ടൈം കിട്ടും ആ സെൻറ്റൻസ് റീഡ് ചെയ്യാൻ. ഞാൻ സെൻറ്റൻസ് റീഡ് ചെയ്തില്ല, എൻ്റെ ഓഡിയോ സ്റ്റാർട്ടുമായി. അത് കഴിഞ്ഞിട്ട് അവരെൻ്റെ കാതിൽ ആ ഹെഡ്ഫോൺ തന്നു. അപ്പോൾ മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കൊച്ചല്ല, ആൾ പറയുന്ന ഇയർഫോണിൽ പറയുന്ന ഒരു വോയിസിൻ്റെ കൂടെ ചെല്ല്, എന്നിട്ട് ആ സെൻറ്റൻസിൻ്റെ കൂടെ ചെല്ല്. അന്ന് എന്നോട് പറഞ്ഞു, കൊച്ചു ഉടമ്പടി എടുത്തതാ, ഞാൻ കൊച്ചിനെ നോക്കും. 2 പ്രാവശ്യം ഞാൻ കേട്ടു ഇത്. കൊച്ചു ഉടമ്പടി എടുത്തതാ, ഞാൻ കൊച്ചിനെ നോക്കും.